വീറ്റ് ഇൻടോളറൻറ്റ് ആൻഡ് റൈസ് ഇൻടോളറൻ്റ് ആണോ? ഇതിന് സൊല്യൂഷൻ ഇല്ലാതെ നടക്കുവാണോ? ഇതൊന്നും കഴിക്കാത്ത പാത്രത്തിലൊന്നും ഇല്ലല്ലോ. ഇത് മോളിൽ ചപ്പാത്തി അത് വേണ്ട. എനിക്ക് ചപ്പാത്തി വേണ്ട. എനിക്ക് ചപ്പാത്തി കഴിക്കില്ല. എന്നാൽ അപ്പം എടുക്ക്. എനിക്ക് അപ്പവും വേണ്ട. ഞാൻ കപ്പയും ഫ്രൈയും എടുത്തിട്ടുണ്ട്. ഞാൻ അത് കഴിച്ചിട്ടുണ്ട്. ഇങ്ങനെ മെല്ലെ മെല്ലെ എങ്ങോട്ടാ പോകുന്നത്? ഡയറ്റിംഗ് ആണോ? ഒന്നും കഴിക്കുന്നില്ലല്ലോ. ഇതൊന്നും കാര്യമാക്കണ്ട. ഞാൻ കുറച്ച് റിസർച്ച് ചെയ്ത ശേഷം റൈസിന് പകരം ഉപയോഗിക്കാനായിട്ട് ഞാൻ ഒരു സാധനം കണ്ടുപിടിച്ചു. എൻ്റെ അലർജി ലിസ്റ്റിൽ കൺസ്യൂം ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണ് ഇത്. ഇത് ബ്രോക്കൺ റൈസ് പോലെ ഇരിക്കും. ഇതിൻ്റെ പേരാണ് ബക്വീറ്റ്. ഇത് സാലഡ്സിൻ്റെ കൂടെയോ റൈസിന് പകരമോ ഉപ്പുമാവായിട്ടോ വീറ്റിന് പകരമോ ഉപയോഗിക്കാം. ഞാൻ കഴിഞ്ഞ ദിവസം ഇത് വെച്ച് ഉപ്പുമാവാണ് ഉണ്ടാക്കിയത്. വീറ്റിന് വേണ്ടി സ്ഥിരമായിട്ട് ഉപയോഗിച്ചാൽ ചിലപ്പോൾ ഒരു മടുപ്പ് തോന്നാം. അതുകൊണ്ട് വീറ്റിന് പകരം ഉപയോഗിക്കാൻ ഞാൻ വേറൊരു സബ്സ്റ്റിറ്റ്യൂട്ട് കണ്ടുപിടിച്ചു. വീറ്റ് ബ്രാൻ എന്നാണ് പേര്. ഇതും സാദാ ഗോതമ്പും ഒരേപോലെ ഇരിക്കും. രണ്ടും ഒരേ ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ അലർജിക് ആണെങ്കിൽ നിങ്ങളുടെ ഗോതമ്പ് പൊടി സെപ്പറേറ്റ് ആയിട്ട് വെക്കുക. ഇല്ലെങ്കിൽ പണി കിട്ടും.